അധ്യായം 15. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്തെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനെ നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമസ്കേശുകാരനായ എലിയാസറത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നുവെന്നും അബ്രാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവനവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നുവെന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്തുനടുവെ പിളർന്ന ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസർ, കത്മോന്യർ, ഹിത്യർ, പെരീസർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശർ, യബൂസർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തു. അധ്യായം 16. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവയുടെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ദാസിനടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയെ കൊടുത്തു. അവൻ ഹാഗാറിനടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതയായി. അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിൽ നിന്നതയായി. യഹോവ എനിക്ക് നിനക്ക് മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെയും ശൂരന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോകുകയാകുന്നുവെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിനടുക്കൽ മടങ്ങിച്ചെന്ന് അവൾ കീഴടങ്ങിയിരിക്കാമെന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയേറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെപ്പോലുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കുമെതിരെ പാർക്കുമെന്ന് അരുളി ചെയ്തു. എന്നാറെ അവൾ, എന്നെ കാണുന്നവൻ ഞാൻ എവിടെയും കണ്ടു എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നുവെന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹേ രോയി എന്ന് പേരായി. അത് കാദേശിനും ബേരേദിനും മധ്യയിരിക്കുന്നു. പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച് തൻ്റെ മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിനെ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. അധ്യായം 17. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട്,
ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്ത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായ നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായ നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറ തലമുറയായ നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്. അവളുടെ പേർ സാറാ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികൾ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇശ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസാക്ക് എന്ന് പേരിടേണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഇശ്മായേലിനെക്കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയെത്താണ്ട് ഈ സമയത്ത് സാറാ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസാക്കിനോടാകുന്നു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി. അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇശ്മായേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെയൊക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചു. അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവൻ്റെ മകനായ ഇശ്മായേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അബ്രഹാമും അവൻ്റെ മകനായ ഇശ്മായേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദനയേറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു. അധ്യായം 18. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വേലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരുപ്പേൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നതെന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 അടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാലിക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവനതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷ നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ടെന്ന് അവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സേന്ന് വൃദ്ധരായിരുന്നു.
സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നുവെന്ന് പറഞ്ഞു. യഹോവ അബ്രാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചു എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരുടെ കൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചതുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ യഹോവ, സോദോമിൻ്റെയും ഗോമോറായുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയറിയുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തേന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെപ്പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവ്വഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കുമെന്ന് അരുളി ചെയ്തു. പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന്, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷെ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന്, ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അതിനവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ. പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന്, ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുതേ, ഞാനിനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും. പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അധ്യായം 19. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയിൽ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പേൻ. കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാമെന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു. ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ബോധിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോയെന്ന് അവനോട് പറഞ്ഞു. ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു കതക് അടച്ചും വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവേൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ. ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൻ്റെ നിഴലിൽ വന്നതെന്ന് പറഞ്ഞു. മാറി നിൽക്കാമെന്ന് അവർ പറഞ്ഞു. ഇവനൊരുത്തൻ പരദേശിയാവെന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്നും അവർ പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാനെടുത്തു. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിലുകളുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ?
മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ലോത്ത് എന്നോ തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവേൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയാക്കി. അവരെ പുറത്ത് കൊണ്ടുവന്ന ശേഷം അവൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തങ്ങം നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിലോടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു. ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും. അവൻ അവനോട്, ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന് പേരായി. ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സോദോമിൻ്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗോമോറായ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി. അവനും അവൻ്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു. സോവാറിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു. അവനും അവൻ്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട്, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു, ഭൂമിയിൽ എല്ലായിടവുമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിലൊരു പുരുഷനുമില്ല. വരിക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്തിയെന്ന് അപ്പനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. പിറ്റന്നാൾ മൂത്തവൾ ഇളയവളോട്, ഇന്നലെ രാത്രി ഞാൻ അപ്പനോടുകൂടെ ശയിച്ചു, നാം അവനെ ഇന്ന് രാത്രിയും വീഞ്ഞു കുടിപ്പിക്കാം, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീയും അകത്തിയെന്ന് അവനോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ ചെന്ന് അവനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. ഇങ്ങനെ ലോത്തിൻ്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബിർക്ക് പിതാവ്. ഇളയവളും ഒരു മകനെ പ്രസവിച്ചു. അവന് ബേൻ അമ്മി എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള അമ്മൂന്യർക്ക് പിതാവ്. അധ്യായം 20. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗേരാറിൽ പരദേശിയെ പാർത്തു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെക്കുറിച്ച്, അവളെൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. ഗേരാർ രാജാവായ അബീമേലേക്ക് ആളെ അയച്ചു സാറായെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലേക്കിൻ്റെ അടുക്കൽ വന്ന അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവളൊരു പുരുഷൻ്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബീമേലേക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? ഇവളെൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെ മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അബീമേലേക്ക് അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അബീമേലേക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട്, നീ ഞങ്ങളോട് ചെയ്ത എന്ത്?
നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു? ചേരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അബീമേലെക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം. എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകളല്ല താനും. അവളെനിക്ക് ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്കൊരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവനെൻ്റെ ആങ്ങളായെന്ന് എന്നെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. അബീമേലെക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു. അവൻ്റെ ഭാര്യയായ സാറായെയും അവന് മടക്കി കൊടുത്തു. ഇതാ എൻ്റെ രാജ്യം നിന്റെ മുൻപാകെ ഇരിക്കുന്നു, നിനക്ക് ബോധിച്ചയിടത്ത് പാർത്തുകൊള്ളുക എന്ന് അബീമേലെക്ക് പറഞ്ഞു. സാറായോട് അവൻ, നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട്. നിന്നോടുകൂടെയുള്ള എല്ലാവരുടെയും മുൻപാകെ ഇത് നിനക്കൊരു പ്രതിശാന്തി. നീ എല്ലാവർക്കും മുൻപാകെ നീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. അധ്യായം 21. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നതുപോലെ അവൻ തൻ്റെ മകനായ ഇസാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തൻ്റെ മകനായ ഇസാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചതെന്നും അവൾ പറഞ്ഞു. പൈതൽ വളർന്ന മുലകൊടി മാറി. ഇസാക്കിൻ്റെ മുലകൊടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമിദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസിയെന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസാക്കിനോട് കൂടെ അവകാശിയാകരുതെന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കുക. ഇസാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതിയെന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ നരളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തടലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലിൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലിന് ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലിനെ കുടിപ്പിച്ചു. ദൈവം ബാലിനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രൈം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. അക്കാലത്ത് അബീമേലെക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെയുണ്ട്. ആകയാൽ നീ എന്നോടോ എൻ്റെ സന്തതിയോടോ എൻ്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തു വരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. സത്യം ചെയ്യാമെന്ന് അബ്രഹാം പറഞ്ഞു. എന്നാൽ അബീമേലെക്കിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ഭർഷിച്ചു പറഞ്ഞു. അതിന് അബീമേലെക്ക്, ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല. നീ എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അബ്രഹാം അബീമേലെക്കിന് ആടുമാടുകളെ കൊടുത്തു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു. അബ്രഹാം 7 പെണ്ണാട്ടുകുട്ടികളെ വേറിട്ട് നിർത്തി. അപ്പോൾ അബീമേലെക്ക് അബ്രഹാമിനോട്, നീ വേറിട്ട് നിർത്തിയ 7 പെണ്ണാട്ടുകുട്ടികൾ എന്തിനെന്ന് ചോദിച്ചു. ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ 7 പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണമെന്ന് അവൻ പറഞ്ഞു. അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്യുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർശേബ എന്ന് പേരിട്ടു. ഇങ്ങനെ അവർ ബേർശേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു.
അബീമേലേക്കും അവന്റെ സേനാപതിയായ പീക്കോലും എഴുന്നേറ്റ് ഫെലിസ്തരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി. അബ്രഹാം ബേർശേബയിൽ ഒരു പിചുലവൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം കുറേക്കാലം ഫെലിസ്തരുടെ ദേശത്ത് പാർത്തു.